ഇതൊക്കെ നിർബന്ധമായി നിങ്ങൾ ഡിലീറ്റ് ആക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഫോൺ എപ്പോഴും ഹാങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഡിലീറ്റ് ആക്കിയാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹാങ് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങി അത്രയൊന്നും ഞാൻ പറയുന്നില്ല, അത്ര പ്രതീക്ഷ വെക്കുകയും വേണ്ട. എന്നിരുന്നാൽ നിങ്ങൾ ഒരുപാട് ക്രോം ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടിയും ഹാങ് മാറി കിട്ടാനുള്ള മെയിൻ ഒരു സെറ്റിങ്സ് അതിന് നിർബന്ധമായി നിങ്ങൾ ഡിലീറ്റ് ആക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഹാങ് ഒരിക്കലും അത് ഒഴിവാകില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആ ഒരു കാര്യം എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും ഡിലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും ആ ഒരു സ്പീഡും സ്മൂത്തും. അത് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് സ്റ്റോറേജും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 ഡോട്ട്. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരുപാട് സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. താഴോട്ട് ഫുൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിങ്സ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച ഒരു സംഗതി ഇവിടെ കാണാൻ സാധിക്കും, ഡാറ്റ സ്റ്റോർഡ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ അനാവശ്യമായി കയറിയ ഏത് സൈറ്റാണെങ്കിലും എല്ലാ കാര്യവും ഇവിടെ സ്റ്റോറായി കിടക്കുന്നുണ്ടാകും. ഞാൻ എപ്പോഴും ഡിലീറ്റ് ആക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ KB മാത്രമാണ്. നിങ്ങൾക്കിവിടെ സ്റ്റോറേജ് ഒരുപാട് ലഭിക്കാനുള്ള കാരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും ഡിലീറ്റ് ആക്കിയതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ഓൾ ഡാറ്റ. ഡിലീറ്റ് ഓൾ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡിലീറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഇവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന ഭാഗത്ത് ഇതുപോലെയാണ് കാണിക്കുന്നവരും ഇനി ഡിലീറ്റ് ആക്കിയാൽ ഇങ്ങനെയാണ് കാണിക്കാറ്. രണ്ടുപേരും ഇനി ചെയ്യേണ്ടത് ഇവിടെ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾ സൈറ്റ് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ പറഞ്ഞ ഈ നീല ഒരു അക്ഷരത്തിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് ഹവർ കാണിക്കുന്നുണ്ട്. ഇവിടെ ടിക്ക് മാർക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓൾ ടൈം കൊടുക്കുക. ഓൾ ടൈം കൊടുത്തതിന് ശേഷം വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ലെങ്കിൽ എല്ലാം ടിക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ഡാറ്റ. ഈ ഡിലീറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണാൻ സാധിക്കും ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഡിലീറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹാങ് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.